ഇങ്ങോട്ട് നോക്കേണ്ട മനസ്സ് ഇങ്ങോട്ട് നോക്കി. എൻ്റെ പൊന്നെ, ഇന്നലെ മൈത്രിപാലോടിൻ്റെ ഗ്രൗണ്ടിൽ ഒന്നൊന്നര കളിയായിരുന്നു. ഗോളികളുടെ സേവിങ്ങും അതിനനുസരിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ഗോളുകളും കാണേണ്ട ഗോളുകളാണ്. എൻ്റെ പൊന്നോ, നേരിട്ട് കാണേണ്ട കളികളാണ്, ഫോണിൽ കൂടെ കാണേണ്ട കളിയല്ല. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്കായിട്ട് ഫോണിൽ കൂടെ ഇതേപോലെ ഇട്ട് തരികയാണ്. കാണാത്തവർ കാണി. എന്തായാലും ഒന്നൊന്നര കളി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കളി. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചെറിയൊരു കളിക്കാരന് പരിക്ക് പറ്റി അവനത് കയറിപ്പോയി. പക്ഷെ 2 ഗോളടിച്ച ആളാണത്. എന്തായാലും ഒന്നൊന്നര ഗോളികളുടെ സേവിങ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സേവിങ്. ആ ഒരു അടി ഉണ്ടല്ലോ, അത് ഈ വരുന്ന അടി. 2 ഗോളിൽ ടീം അടിച്ചും മറ്റേ ടീം 1 ഗോൾ അടിച്ചതിന് ശേഷം രണ്ടാമത്തെ ഗോള് സമനിലയാവേണ്ട ഗോളാണത് ഈ പോസ്റ്റ് ബാർമ തട്ടിയിട്ട് ഇങ്ങോട്ട് പോരുന്നത്. ഭാഗ്യക്കുറവ് എന്ന് പറഞ്ഞാലും പോരാ, ഒന്നൊന്നര ഭാഗ്യക്കുറവ്. എന്തായാലും അടിപൊളി കളിയാണ് മക്കളെ. പൈസ ചിലവാക്കുന്നതിനുള്ള കളി എന്തായാലും ഉണ്ട്. നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട. വൈകിട്ട് ഒരു 9 മണിയാകുമ്പോഴത്തേന് നിങ്ങൾ ഗ്രൗണ്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറി. കളി എന്ന് പറഞ്ഞാൽ പോരാ, ഒന്നൊന്നര കളി. അഖില കേരള സെവൻസ് ഫുട്ബോളിൻ്റെ മൈത്രി ഗ്രൗണ്ടിലാണ് നടക്കുന്നത്, പാലോട് എന്ന സ്ഥലത്ത്. വണ്ടികളൊക്കെ നിർത്താനുള്ള ഭയങ്കരമായ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. കളി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കളി. അടിപൊളി ടീം, സെറ്റ് ടീമുകളാണ് വന്ന് കളിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ കളിയൊക്കെ ഒന്ന് കാണണം. ഈ കളികൾ എന്നൊക്കെ പറഞ്ഞാലേ ഒന്നൊന്നര കളി. നമ്മളെ ചെറുപ്പക്കാരൻ അതാറ് ഗോള് പോണു കണ്ട, ഒന്നൊന്നര ഗോളാണത്. ആ ഗോളൊക്കെ ആ അടിക്കണൊക്കെ നേരിട്ട് ഇങ്ങനെ കാണണം. നമുക്ക് ഈ ഫോണിൽ പരിമിതിയുണ്ട് കളീൻ്റെ ഇടയിൽ കിട്ടുന്നത്. പക്ഷേ അത് നിങ്ങളത് നേരിട്ട് കാണുമ്പോൾ നമ്മൾ വലിയ വലിയ കളികളൊക്കെ കാണുന്നത് അതേ ഫീലാക്കും. എന്തായാലും നിങ്ങൾ കളി കാണാൻ വരാൻ മറക്കില്ല. അടിപൊളിയാണ്. എന്തായാലും സൂപ്പർ കളി എന്ന് പറഞ്ഞാൽ സൂപ്പർ കളി, മറക്കണ്ട. പിന്നെ ചെറിയ ചെറിയ കച്ചറകളും ചെറിയ ഉന്തും തള്ളും നീക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും അതൊക്കെ ലഫ്രികളുടെ കഴിവ് നമ്മളവിടെ കണ്ടു. ലഫ്രികൾ സ്ട്രോങ് ആയതുകൊണ്ട് കൂടുതൽ ഒരു പ്രശ്നമില്ലാതെ കളി തീർന്നു. കാരണം വാശി, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ആ ഫുട്ബോൾ കഴിയുന്ന 1.5 മണിക്കൂർ നേരം ഒരു വാശിയാണ്. ആ വാശി, ഈ ഫുട്ബോളിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം. ഫുട്ബോൾ ഒരു കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. 1 മണിക്കൂർ ആ 2 ടീമിലെ കൊല്ലാനുള്ള ദേഷ്യം, അത്രയും ഒരു കലിപ്പോട് കൂടിയിട്ട് കളിക്കുന്ന ഒരു കളിയാണ്. പക്ഷേ അത് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ കളി കഴിഞ്ഞാൽ ആ ഒരു കൈ കൊടുത്ത് പോകുന്നൊരു പോക്ക്, കെട്ടിപ്പിടിച്ച് പോകുന്നൊരു പോക്ക്, അത് അവിടെ തീർന്നു. ആ ഗ്രൗണ്ടിൽ അവിടെ തീർന്നു. അതാണ് ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയൊരു, അത് നമുക്കൊരു പാഠം കൂടിയാണ്. നമ്മൾ എത്ര വാശി പിടിച്ച് കളിച്ചു കഴിഞ്ഞാലും, എത്ര വൈരാഗ്യത്തിൽ കളിച്ചു കഴിഞ്ഞാലും ആ ഒരു കൈ കൊടുക്കൽ അതൊരു ഒന്നൊന്നര